അവന്റെ ഏതുപരിസമായി നാം വാഴ്ത്തപ്പെടുത്താം. ഇന്നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലെ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവരുടെ മുഖം കരിക്കട്ടേക്കാൾ കറുത്തിരിക്കുന്നു, വീഥികളിൽ അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല. അവരുടെ ത്വക്ക് അസ്ഥികളോട് പറ്റി ഉണങ്ങിയിരിക്കും, മരം പോലെ ആയിത്തീർന്നിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ്. യിരെമ്യാപ്രവാചകന്റെ ഒരു വിലാപമാണ്, അദ്ദേഹത്തിന് കണ്ണുനീരാണ്. യെരുശലേമിന്റെ ജനത്തെ കണ്ടപ്പോൾ യെരുശലേമിന്റെ ജനത്തെക്കുറിച്ചുള്ള യിരെമ്യാവിന്റെ പ്രവചനമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ മുഖം കരിക്കട്ടേക്കാൾ കറുത്തിരിക്കുന്നു, വീഥികളിൽ അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല. അവരുടെ ത്വക്ക് അസ്ഥികളോട് പറ്റി ഉണങ്ങി മരം പോലെയായി തീർന്നിരിക്കുന്നു. പുറത്തു നോക്കിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത്, പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, കൊടുക്കാൻ ആളില്ല. അല്ലെങ്കിൽ എന്താണ് അതിന്റെ സാഹചര്യം? യെരുശലേമിന്റെ മുൻകാലത്തെ മഹത്വവും ഇപ്പോഴത്തെ നിന്ദ്യമായ അവസ്ഥയും തമ്മിൽ പ്രവാചകൻ താരതമ്യം ചെയ്യുക. രക്തജയം ലഭിക. പൊന്നുപോലെ ശോഭിച്ചിരുന്ന യഹൂദ ജനം ഉടഞ്ഞുപോയ കുശവന്റെ മൺപാത്രം പോലെ വിരൂപമായിരുന്നു. വളരെ പൊന്നുപോലെ ശോഭിച്ച യെരുശലേം ഇപ്പൊ എന്താണ്? കുശവന്റെ കയ്യിൽ ഉടഞ്ഞ പാത്രം പോലെ വളരെ വിരൂപമായി. അവന്റെ മൺപാത്രങ്ങൾ പോലെ വിരൂപമായി തീർന്നു. ദാഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പാലോ വിശക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അപ്പമോ നൽകുവാൻ ദൈവജനമാകുന്ന ഇസ്രായേലിന് കഴിയുന്നില്ല. അതാണ് വീഥികളിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല. വിശപ്പ് കൊണ്ട് തളർന്ന്, ദാഹം കൊണ്ട് തളർന്നിട്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുവാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. ഹല്ലേലൂയ. ആത്മീയമായി ചിന്തിച്ചാൽ ആത്മീയ ശിശുക്കൾക്ക് ദൈവവചനമാകുന്ന ഭക്ഷണം നൽകി അവരെ പോഷിപ്പിക്കേണ്ട ചുമതല നിർവഹിക്കണമെന്ന്, അതിനായി ആളുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുക. പഴയകാല ഇസ്രായേലിനും യഹൂദ ജനത്തിനും യെരുശലേമിലും വന്നു ഭവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ സംഭവിക്കാതിരിക്കുവാൻ, അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ മുഖം കരിക്കട്ടേപ്പോൾ കറുത്ത് വീഥികളിൽ അവരെ കണ്ടിട്ടും ആരും അറിയുന്നില്ല. ഹല്ലേലൂയ. അവരുടെ ത്വക്ക് അസ്ഥികളോട് പറ്റി ഉണങ്ങിയിരിക്കുന്നു. അത് മരം പോലെ ആയിരിക്കുന്ന ആ അനുഭവത്തിലേക്ക് ഇസ്രായേൽ ചെന്നതുപോലെ ഈ കാലഘട്ടത്തിൽ വിശപ്പ് കൊണ്ട് ദാഹിക്കുന്ന ആത്മീയാഹാരം അന്വേഷിക്കുന്ന ദൈവമക്കൾക്ക്, ദൈവജനത്തിന്, ജാതികൾക്ക് ആഹാരം, ആത്മീയമായ ആഹാരം, ദൈവവചനം വിളമ്പിക്കൊടുക്കുവാൻ, ഹല്ലേലൂയ, ദൈവവചനം വിളമ്പിക്കൊടുക്കുവാൻ ദൈവം തന്റെ ദാസിദാസന്മാരെ അന്വേഷിക്കുക. കാരണം ഇന്നും വീഥികളിൽ ഹല്ലേലൂയ സ്തോത്രം അവരെ കണ്ടിട്ടും ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അനേകർ എവിടെയാണ് രക്ഷ പ്രാപിക്കുന്നത്, എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നത്, എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത് ഓർത്ത് വിലാപത്തോടെ പട്ടണത്തിന്റെ തെരുക്കോണുകളിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ കണ്ണുനീരും ദുഃഖവും കൊണ്ട് ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ലാതെ മരിച്ചാ മതി എന്ന് പറഞ്ഞിരിക്കുന്ന അനവധി ആളുകൾ, അവരെ കണ്ടിട്ട് അവരുടെ ത്വക്ക് അസ്ഥികളോട് പറ്റി ഉണങ്ങിയ മരം പോലെ ആയിത്തീർന്നിരിക്കുന്നു. പലരുടെയും വീടുകളിൽ ചെന്നാലത്തെ അവസ്ഥ ഇതാണ്. പല പട്ടണങ്ങളെ സന്ദർശിച്ച അവസ്ഥ ഇതാണ്. അവർക്ക് ആത്മീയാഹാരം കൊടുക്കണം. അതിനുവേണ്ടിയാണ് ദൈവം തന്റെ സഭയെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ ശ്രോതാവേ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന വെളിപ്പാടുകളും ദർശനവും, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങളും, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആത്മീയ കാഴ്ചപ്പാട്, അത് ഈ ലോകത്തിൽ നീ ആയിരിക്കുന്ന സമയത്ത് അതൊരു വ്യാപാരമാക്കി ധനലാഭത്തിന് വേണ്ടി നീ പോകാതെ, ധനമുണ്ടാക്കി നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി നീ സമ്പാദിച്ച് 3-4 തലമുറയ്ക്ക് വേണ്ടി നീ കരുതാതെ, ആത്മീയമായി വിശപ്പുകൊണ്ട് തളർന്നു കിടക്കുന്ന ഹല്ലേലൂയ വീഥികളിൽ അവരെ കണ്ടിട്ടും ആരും അറിയുന്നില്ല. അവരുടെ ത്വക്ക് അസ്ഥിയോട് പറ്റി ഉണങ്ങി മരം പോലെ ആയിരിക്കുന്ന അനവധി കുടുംബങ്ങൾ കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. നീ അവർക്ക് വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം, രക്തം ചെയ്യും. അവരുടെ ഇടയിലേക്ക് കടന്നുപോയി ശുശ്രൂഷിക്കണം, അവരോട് ദൈവത്തിന്റെ വചനം പറയണം, അവരുടെ അവസ്ഥയിൽ നിന്ന് മടക്കിക്കൊണ്ടുവരണം. ആത്മാവിന്റെ ഭാരം നിനക്കുണ്ടായിരിക്കണം. യിരെമ്യാപ്രവാചകനെ പോലെ ആത്മഭാരമില്ലാത്ത അനവധി ശുശ്രൂഷകന്മാർ ഇന്ന്
നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അനവധി പ്രവാചകന്മാരുണ്ട്. അവർക്ക് ആത്മഭാരമില്ല, അവർക്ക് ധനലാഭമാണ്, ധനഭാരമാണ്. പണമുണ്ടാക്കണം, തിന്നണം, കുടിക്കണം, കൂത്താടി നടക്കണം, ആഡംബര ജീവിതം അമയലെ കുളച്ചു മതിച്ച് ലോകജാതികളെ പോലെ നടക്കണം. ലേലിയ അവർക്ക് വിദേശത്തേക്ക് ആഴ്ചയിലും മാസങ്ങളിലും പറക്കണം, കൂലി പറഞ്ഞ് പണം പറഞ്ഞ് പറക്കണം. അവർക്ക് കിടക്കുവാന്നല്ല, പാർക്കുവാന്നല്ല, സ്റ്റാർ ഹോട്ടലുകൾ കിട്ടണം. ലേലിയ മൃഷ്ടാന ഭോജനങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ ഇന്നത്തെ ദൈവദാസിദാസന്മാർ വിദേശത്ത് പോകുകയുള്ളൂ, ശുശ്രൂഷ ചെയ്യുള്ളൂ. അതിനുവേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു. നാട്ടില് അനവധി ആളുകൾ ആത്മീയാഹാരം കിട്ടാതെ അവർ മുഖം കരിക്കട്ടയപ്പോൾ കറുത്തിരിക്കുക. നിങ്ങൾ പല ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ല്, വിശപ്പ് കൊണ്ട് ദാഹിക്കുന്ന അനവധി ആളുകളെ കാണാൻ കഴിയും. ആ വീതികളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ല്. അവരെ കണ്ടാൽ അറിയാത്ത വിധത്തിൽ മുഖം പ്രാകൃതമായി. അതുകൊണ്ട് പണമുണ്ടാക്കലല്ല ദൈവിക ശുശ്രൂഷകളുടെ ആത്മഭാരമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മഭാരമില്ല. പരസ്പരം തമ്മിൽ കുത്തും, തൊഴുത്തിൽ കുത്ത്, രാഷ്ട്രീയത്തിന്റെ പേരും, മതത്തിന്റെ പേരും, നിറത്തിന്റെ പേരും, ജാതിയുടെ പേരും, വിദ്യാഭ്യാസത്തിന്റെ പേരും, സമ്പത്തിന്റെ പേരും, പാരമ്പര്യത്തിന്റെ പേരും പരസ്പരം സഭയിൽ പോലും പലരെ അകറ്റി നിർത്തി. സാധുക്കൾ ഭവനം കണ്ടാൽ അങ്ങോട്ട് കയറാതെ, അല്ലെങ്കിൽ അവരുടെ ഭവനത്തെ കടന്നു എന്ന് സുവിശേഷം പറഞ്ഞവരെ രക്ഷയിലേക്ക് നയിക്കാൻ കഴിയാതെ ഉന്നതന്മാരുടെ വീട് അന്വേഷിച്ച് നടക്കുന്ന അനവധി ആത്മീയ ഭാരമില്ലാത്ത ശുശ്രൂഷന്മാർ ധനഭാരത്തോടെ നടക്കുന്നു. നിങ്ങളുടെ അവസാനം ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് വരാൻ പോകുന്ന ഭയാനകത എത്ര വലുതാന്ന് മനസ്സിലാക്കണം. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറം ഒരു ജീവിതം മനുഷ്യനുണ്ടെന്ന് മനുഷ്യനോട് വെളിപ്പെടുത്തി കൊടുക്കണം. മനുഷ്യൻ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, ജീവിതത്തിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ കഴിയാതെ എവിടെയാണ് രക്ഷയെന്ന് മനുഷ്യൻ അന്വേഷിച്ച് നടക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് അവർക്ക് ബോധ്യമാക്കി കൊടുക്കണം. പണമുണ്ടാക്കലല്ല ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പൊ ആത്മീയമായി ചിന്തിച്ചാൽ ആത്മീയ ശിശുക്കൾക്ക് ദൈവജനമാകുന്ന ഭക്ഷണം നൽകി അവരെ പോഷിപ്പിക്കേണ്ട ചുമതല നാം നിർവഹിക്കണം. അതിനായിട്ടാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് പല സഭകളിലും ആത്മീയാഹാരം നൽകുവാൻ പ്രാപ്തരല്ലാത്ത അനവധി ദൈവദാസന്മാരെ കാണാൻ കഴിയും. സഭകളിലും ഇത് തന്നെയാണ്. കടന്നു വരുന്ന ജനത്തിന് ആത്മീയാഹാരം കൊടുക്കാൻ പ്രാപ്തരല്ലാത്ത ദൈവദാസന്മാർ എന്ന് പറഞ്ഞ സഭയ്ക്കകത്ത് രാഷ്ട്രീയം കയറി, സഭയ്ക്കകത്ത് സ്ഥാനമാനങ്ങൾ വന്നു, സഭയ്ക്കകത്ത് കമ്മിറ്റി വന്നു, സഭയ്ക്കകത്ത് പണത്തിന്റെ ആർത്തി വന്നു. അപ്പോൾ കടന്നു വരുന്ന ദൈവദാസന്മാർ ഞാനാണ് വലുത്, എന്റെ ശുശ്രൂഷയാണ് വലുത്, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയാൻ വേണ്ടി ദൈവജനത്തെ അടിച്ചൊതുക്കുന്ന ശുശ്രൂഷകൾ ഇന്ന് സഭയിൽ കടന്നു വരുന്നു. മുഖം നോക്കി പ്രവചിക്കുന്നു, മുഖം നോക്കി ദൂത് പറയുന്നു, അല്ലെങ്കിൽ പേഴ്സന്റെ വലിപ്പം കണ്ടവരെ സ്നേഹിക്കുന്നു. അതാണിന്ന് ആത്മഭാരമില്ലാത്ത അനവധി ശുശ്രൂഷകന്മാർ സഭയ്ക്കകത്ത് കടന്നുകൂടിയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ ഇളം തലമുറ എങ്ങനെ ദൈവിക വഴികളിൽ വളരും? ഇന്നത്തെ സഭയുടെ സ്ഥിതി അനുസരിച്ച് പോയാൽ തലമുറകൾ എങ്ങനെ ദൈവത്തിൽ വളരും? നമുക്കറിയാം, മദ്യം പെരുകി, മയക്കുമരുന്ന് പെരുകി, കഞ്ചാവ് പെരുകി, പ്രൗക്ഷവും ഹാഷിഷും ഹെറോയിനും ചരസും കറുപ്പും എല്ലാ തമ്പാക്കുകളും, എല്ലാ പുകയുൽപ്പന്നങ്ങളും, എല്ലാ സിഗരറ്റ് വീടി ഉൽപ്പന്നങ്ങളും കൂടാതെ ഇന്നത്തെ പുതിയ ഐറ്റംസ് എല്ലാം വന്നുകൊണ്ടിരിക്കുക. തലമുറകളെ ദൈവവചനത്തിൽ വളർത്തിയെടുക്കേണ്ട ദൈവമക്കൾ, തലമുറയുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ശുശ്രൂഷിക്കേണ്ട ദൈവമക്കൾ അതിനെ പ്രാപ്തരാകാതെ ഉലകം ചുറ്റി നടക്കുക. സ്വതന്ത്രം നീ മടങ്ങി വരണം. ദൈവസഭ ആത്മഭാരമോ ആവശ്യം. യിരെമ്യാ പ്രവാചകന്റെ ഭാരം നിനക്കുണ്ടോ സഹോദര? ഉണ്ടോ ദൈവദാസനെ ദാസിയെ? അപ്പൊ ഇവിടെ സ്വതന്ത്രം. യെരൂശലേമിന്റെ ശിക്ഷ സോദോമിന്റെ ശിക്ഷയിൽ കഠിനമാണ്. യെരൂശലേമിന് വന്ന ശിക്ഷ സോദോമിന് വന്ന ശിക്ഷയിൽ കഠിനമാണെന്ന് പ്രവാചകൻ പറയുക. എന്ന് പറഞ്ഞ സോദോം ഒറ്റ ദിവസം കൊണ്ട് നശിക്കപ്പെട്ടപ്പോൾ യെരൂശലേം അനേക നാളുകൾ കൊണ്ടാണ് നശിക്കപ്പെട്ടതെന്ന് 6-ാം വാക്യം രേഖപ്പെടുത്തിയ. 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: കൈ തൊടാതെ പെട്ടെന്ന് മറിഞ്ഞുപോയ സോദോമിന്റെ പാപത്തെക്കാൾ എന്റെ ജനത്തിന്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു. സോദോം ഒറ്റ ദിവസം കൊണ്ട് നശിച്ചു. എന്നാൽ യെരൂശലേം എന്താ ചെയ്തത്? പല നാളുകൾ കൊണ്ട് കഷ്ടതയുടെ തീച്ചൂള, അല്ലെങ്കിൽ കഷ്ടതയുടെ കഠിന ശോധനയുടെ അവർ കടന്നുപോയി. സ്തോത്രം. ഇങ്ങനെ അനേക ദിവസം കിടന്ന് നരകിച്ച് ചാകുന്നതിനേക്കാൾ വാൾ കൊണ്ട് കൊല്ലപ്പെടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു പോകുകയാണ് അവർ പറയാ. യെരൂശലേം പറയും, ഇങ്ങനെ കിടന്ന് നരകിക്കുന്നതിനേക്കാൾ നല്ലത് വാളുകൊണ്ട് മരിച്ചു പോകുന്നതാണ് നല്ലത്. അത്ര സ്ഥിതിയിലേക്ക് യെരൂശലേമിന്റെ ജനം എത്തിയിരിക്കുന്നു. പ്രൈസറോ.
എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, അഴിമതി നിറഞ്ഞ പുരോഹിതന്മാരാണ്. വ്യാജമായ ആത്മീയ നേതൃത്വമാണ്. ദൂരവ്യാപകമായ കാഴ്ചപ്പാടുകളില്ലാതെ ദുരുപദേശങ്ങൾ പങ്കുവെക്കുന്നവരുടെ സഭയിൽ പെരുകി. എല്ലാം വ്യാജമാണ്. നമ്മൾ പറയും പുറത്താ എല്ലാം വ്യാജം, ഇപ്പൊ അകത്തെല്ലാം വ്യാജം, സഭയ്ക്കകത്തെല്ലാം വ്യാജം, വ്യാജം കലർന്ന ശുശ്രൂഷകൾ ലേറിയ. ഇവിടെ നാം മടങ്ങി വന്ന് ദൈവവചനത്തെ അനുസരിച്ചുകൊണ്ട് നാം ദൈവത്തിന് വേണ്ടി നിൽക്കണം. കർത്താവിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ശോഭിച്ച അനവധി ദൈവദാസന്മാരുണ്ട്. ഞാൻ പലപ്പോഴും റിച്ചാർഡ് ഹുംബ്രാണ്ടിനെ കുറിച്ച് പല മീറ്റിങ്ങുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിച്ചാർഡ് ഹുംബ്രാണ്ട് എന്ന് പറയുന്ന പാസ്റ്റർ ക്രിസ്തുവിന്മേൽ വെച്ച സ്നേഹം നിമിത്തം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റുമേനിയ ദേശത്തുള്ള ജയിലിൽ അടച്ചു. ലേറിയ അദ്ദേഹത്തിന്റെ ജീവിതകഥയൊക്കെ നമ്മൾ വായിക്കണം കേട്ടോ. വളരെ കണ്ണുനീരോടെ നമ്മൾ വായിക്കേണ്ടി വരും, കണ്ണ് നിറഞ്ഞു പോകും. റിച്ചാർഡ് ഹുംബ്രാണ്ട് കർത്താവിന്റെ മേൽ സ്നേഹം വെച്ചതുകൊണ്ട്, അദ്ദേഹം ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട്, യേശുവിനെ പ്രസംഗിച്ചതുകൊണ്ട് അദ്ദേഹത്തിനെ റുമേനിയ അധികൃതർ ജയിലിലടച്ചു. ലേറിയ കഷ്ടപ്പാടുകൾ കൊണ്ട്, കഷ്ടത കൊണ്ട് 14 വർഷം അദ്ദേഹത്തെ അവർ കഠിനമായി ഉപദ്രവിച്ചു, മാരകമായി ഉപദ്രവിച്ചു. നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത ജയിലുകൾ, വലിയ അവശിഷ്ടങ്ങളെല്ലാം കൂടെ വന്ന് ഭവിക്കുന്ന മൂലയിൽ കൊണ്ടിരുത്തി. അതിന്റെ ദുർഗന്ധങ്ങൾ കൂടാതെ കടന്നു പോകുന്ന ജയിൽപ്പുള്ളികളുടെ മുമ്പിൽ തുറന്നു വെച്ചു കൊടുക്കണം. അവരെല്ലാം കാറി തുപ്പുന്നത് തുപ്പിക്കളയാതെ ഇറക്കണം. അത്രമാത്രം കഠിന ശോധനയിലൂടെ റിച്ചാർഡ് ഹുംബ്രാണ്ട് കടന്നുപോയി. ഹല്ലേലൂയ. ആ പടുകുഴിയിൽ കിടന്നുകൊണ്ടും പരമജയമാണ് അദ്ദേഹം കണ്ടത്. ആ കഷ്ടതയുടെ പരമകുഴിയിൽ, ആ ജയിലറയിൽ കിടന്നുകൊണ്ടും പീഡനമേൽക്കുമ്പോഴും, നിന്ദകളേൽക്കുമ്പോഴും, അപമാനമേൽക്കുമ്പോഴും തന്നെ സ്നേഹിച്ച, തന്നെ വീണ്ടെടുത്ത ദൈവത്തിന്റെ സ്നേഹം പങ്കുവെക്കാൻ വേണ്ടി റിച്ചാർഡ് ഹുംബ്രാണ്ട് പരമജയമായിട്ട് അതിനെ കണ്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ചെറിയ ചെറിയ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധി കടന്നു വരുമ്പോൾ അതിന്റെ മുമ്പിൽ നീ പെറുവർക്കാതെ നമുക്ക് മുമ്പിൽ കടന്നുപോയി വിശുദ്ധന്മാരുടെ ചരിത്രങ്ങളെ നീ ഓർക്കണം. ഹല്ലേലൂയ. അദ്ദേഹം വലിയ സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ഹല്ലേലൂയ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പടുകുഴിയിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പരമജയം എന്നുള്ള പുസ്തകം. ഹല്ലേലൂയ. അപ്പം വലിയ സ്തോത്രം. അദ്ദേഹം എഴുതിയ പുസ്തകം അനേക ആശ്വാസമായി. അദ്ദേഹത്തോടു കൂടി ജയിലിൽ വെച്ച് ഉപദ്രവങ്ങൾ ഏറ്റ ജീവൻ നഷ്ടമായ, ജീവൻ വെടിയേണ്ടി വന്ന ഒരു യുവാവിനെ കുറിച്ച് അദ്ദേഹം പിന്നീട് ഇന്ത്യയിൽ വന്നപ്പോൾ പറഞ്ഞു. റിച്ചാർഡ് ഹുംബ്രാണ്ട് ജയിൽ മോചിതനായി ഇന്ത്യയിലേക്ക് സുവിശേഷം അറിയിക്കാൻ വന്നു. എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് സുവിശേഷം അറിയിക്കാൻ വന്നത്? ഇന്ത്യയിലേക്ക് സുവിശേഷം അറിയിക്കാൻ വന്നപ്പോൾ അദ്ദേഹം തൻ്റെയോടൊപ്പം ജയിലിൽ പീഡയനുഭവിച്ച് ഈ ലോകം വെടിഞ്ഞു പോയാൽ കർത്താവിന്റെ ഒരു രക്തസാക്ഷിത്വം വരിച്ച ഒരു സഹോദരനെ കുറിച്ച് ഇന്ത്യയിൽ അദ്ദേഹം പ്രസംഗിക്കുവാൻ തുടങ്ങി. എന്താണ് ആ യുവാവിന്റെ പേരെന്താണെന്ന് അറിയില്ല. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ ഇതിന്റെ വിടുവിക്കാം എന്നാണ് റൊമേനിയൻ ഗവൺമെന്റ് റിച്ചാർഡ് ഹുംബ്രാണ്ടിന്റെ കൂടെ കിടക്കുന്ന സഹോദരനോട് പറയുന്നത്. പല പ്രാവശ്യം അധികാരികൾ പറഞ്ഞിട്ടും ആ യുവാവ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. പല പ്രാവശ്യം പീഡകളാണ്, ഉപദ്രവങ്ങളാണ്. ആ സമയത്തെല്ലാം ആ സഹോദരൻ യുവാവ് ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. ആ യുവാവിന് ഇന്ത്യയോടും ഇന്ത്യയിലെ ജനത്തോടും വളരെ സ്നേഹമുണ്ടായിരുന്നു. റൊമേനിയക്കാരനാണെന്ന് ഓർക്കണം. ജയിലിലാണ് കിടക്കുന്നത്, പീഡയാ. യേശുവിനെ തള്ളിപ്പറയാത്തോണ്ട് കഷ്ടം വരികയാണ്. അദ്ദേഹം ജയിലിൽ കിടക്കും. ഇന്ത്യയിലെ ജനത്തെക്കുറിച്ചും വളരെ ആത്മഭാരം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ത്യയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ഇന്ത്യയിൽ വന്ന് സുവിശേഷ വേല ചെയ്യണമെന്ന് വളരെ അദ്ദേഹം ജയിലിൽ കിടന്ന് ആഗ്രഹിച്ചു. ഈ യുവാവിന്റെ ചിന്ത എന്താ? ഞാൻ ജയിൽ മോചിതനായി കഴിയുമ്പോൾ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയിലെ ജനങ്ങളോടൊത്ത് സുവിശേഷ വേല ചെയ്യണം, ക്രിസ്തുവിനെ പ്രസംഗിക്കണം, ഇന്ത്യയിൽ ശക്തമായ ഉണർവുണ്ടാകണമെന്ന് ആ യുവാവ് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. ജയിലിൽ അദ്ദേഹം കഷ്ടതകൾ സഹിച്ചൊരു അടിമയെ പോലെ ജീവിക്കേണ്ടി വന്നു. വിശപ്പും ദാഹവും ഉപദ്രവങ്ങളും പട്ടിണിയും ഇവയെല്ലാം അദ്ദേഹത്തെ അവസാനം മരണത്തിലേക്ക് നയിച്ചു. ഹല്ലേലൂയ. വളരെ ആത്മഭാരമായിരുന്നു ഇന്ത്യയെക്കുറിച്ച്. പക്ഷെ വിശപ്പും ദാഹവും പട്ടിണിയും ഉപദ്രവങ്ങളും അടിമത്തം പോലെയുള്ള കഠിനമായ ശോധനകൾ, ക്രിസ്തുവിനെ തള്ളിപ്പറയാത്തത് മുഖാന്തരം കഠിനമായ ഉപദ്രവങ്ങൾ, അതെല്ലാം അദ്ദേഹത്തെ ഒരു മരണത്തിലേക്ക് നയിക്കുവാൻ കാരണമായി. ഓർത്ത് നോക്കിയ സ്വഭാവേ, നിനക്ക് ആത്മഭാരമുണ്ടോ? ഒരു ദിവസമെങ്കിലും നീ നിന്റെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരു ദിവസമെങ്കിലും നീ നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇന്ന് നിന്റെ സമയം മുഴുവൻ മൊബൈലിനകത്ത് നീ ചാറ്റിയും തോണ്ടിയും കളഞ്ഞ് നിന്റെ ജീവിതം നഷ്ടപ്പെടുത്ത കളയാതെ ഇന്ത്യയിൽ ഏകദേശം 143 കോടിയിലധികം ജനങ്ങൾ, തലമുറകൾ
അവർ പാപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. ക്രൈസ്തവ പീഡനം വർദ്ധിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നീ ദൈവസ്ഥലിൽ കടന്നു വന്ന ആത്മഭാരത്തോടെ പ്രാർത്ഥിക്ക്. ലോക രാജ്യങ്ങളെ നീ മനസ്സിലാക്കുക. 800 കോടി ജനമാണ് എണ്ണത്തിൽ പെടാത്തൊരു കഷ്ടം സഹിക്കുന്നത്. എവിടെയാണ് രക്ഷയെന്നറിയാതെ ഈ ലോകരാജ്യ ജനത്തെ നോക്കി അവരുടെ മുഖം കരിക്കട്ടെ പോൽ കറുത്ത് വീതികളിൽ അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല. അവരുടെ തൊക്ക് അസ്ഥിയോട് പറ്റി ഉണങ്ങിയ മരം പോലെ ലോകജനമായിരിക്കുന്നു. എന്താ രക്ഷയില്ലാതെ നമുക്ക് ആത്മഭാരം വേണ്ടി കേട്ടോ. ഈ സഹോദരൻ ജയിലിൽ കിടന്ന് വളരെ കഷ്ടം സഹിച്ചു. ആ യുവാവ് മരിക്കുന്നതിന് മുമ്പായി പാസ്റ്റർ റിച്ചാർഡ് ഉമ്പുരാടിനോട്, സാർ, ഞാൻ ഇന്ത്യയിൽ ചെന്ന് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ അവർക്ക് അറിയിക്കണമെന്ന് വളരെ ആകാംക്ഷയോടിരിക്കുന്നു. അദ്ദേഹം റിച്ചാർഡിനോട് പറയാണ്, ഞാൻ ജയിൽ മോചിതനായിട്ട് എനിക്ക് ഇന്ത്യയിലെത്തണം. ഇന്ത്യയിലെ ജനത്തോട് സുവിശേഷം പറയണം. ഇന്ത്യയിൽ വലിയൊരു ഉണർവ് ഉണ്ടാകണം. അല്ലേലിയ, ഇന്ത്യയിൽ വലിയൊരു ഉണർവുണ്ടാകണം. അദ്ദേഹം പറയുക, ഇപ്പോഴത് നിറവേറാതെ ഞാൻ ഈ ലോകം വിട്ട് കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ആഗ്രഹം നടന്നില്ല കേട്ടോ. പക്ഷെ റിച്ചാർഡ് ഉമ്പുരാടിനോട് പറയാണ്, എനിക്ക് ഇന്ത്യയിൽ പോകണം, സുവിശേഷം അറിയിക്കണം, അവിടെ വലിയ ഉണർവുണ്ടാകണം. പക്ഷേ അതിന് സാധിക്കാതെ അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമാകാതെ അദ്ദേഹം ജയിലിൽ വെച്ച് മരണം വരിക്കേണ്ടി വന്നു. പക്ഷേ എങ്കിലും അദ്ദേഹം റിച്ചാർഡ് ഉമ്പുരാടിനോട് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഹൃദയം കൊണ്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം മരണപ്പെടുന്ന മുമ്പ് അല്ലേലൂയ റിച്ചാർഡ് ഉമ്പുരാടിനോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ വിടുതൽ പ്രാപിച്ച് ഇന്ത്യയിലേക്ക് പോകും. ഒരു പ്രവചനം പോലെ ഈ യുവാവ് പറഞ്ഞു, നിങ്ങൾ വിടുതൽ പ്രാപിച്ച് ഇന്ത്യയിലേക്ക് പോകും. അപ്പോൾ ഇന്ത്യൻ ജനങ്ങളോട് ഞാൻ അവരെ സ്നേഹിച്ചിരുന്നതായും പ്രാർത്ഥിച്ചിരുന്നതായും ഇന്ത്യയിൽ ഒരു ഉണർവുണ്ടാകാൻ വേണ്ടി കാത്തിരുന്നതായും അവരോട് അറിയിക്കണം. എൻ്റെ ഈ യുവാവ് പറയാണ്, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകും, അവിടെ ചെന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് പ്രസംഗിക്കണം. ഞാൻ ഇന്ത്യ രാജ്യത്തിന് പ്രാർത്ഥിച്ചത, ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചത, അവിടുത്തെ ജനത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത, അവിടെ ഉണർവുണ്ടാകണം. ജനം ക്രിസ്തുവിനെ അറിയണം. പാപം നിറഞ്ഞ ജീവിതത്തിൽ, അന്ധകാരം നിറഞ്ഞ ജീവിതത്തിൽ ദുഷ്ടരായി ജീവിക്കുന്ന അനവധി ആളുകളെ നിറയപ്പെട്ട് മതഭ്രാന്തന്മാർ, മതമേലാളന്മാർ, രാഷ്ട്രീയ കോമാളിത്തങ്ങൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷം പങ്കുവെക്കണമെന്ന് റിച്ചാർഡ് ഉമ്പുരാടിനോട് അദ്ദേഹം പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ഉണർവിനെ കുറിച്ച് അദ്ദേഹം റിച്ചാർഡ് ഉമ്പുരാടിനോട് പറഞ്ഞു. ഈ യുവാവിന്റെ പേർ അറിയപ്പെടാതിരുന്നാലും അവരെ കുറിച്ചുള്ള ആ ചിന്ത, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ റിച്ചാർഡ് ഉമ്പുരാട് ഏറ്റെടുത്തു. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണിൽ നിന്ന് രക്തം ധാരധാരെ ഒഴുകുന്നത് പോലെ റിച്ചാർഡ് ഉമ്പുരാട് തോന്നി. അങ്ങനെ ആ മനുഷ്യൻ മരിച്ചു ജയിലിൽ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ അവർക്കെല്ലാം ഇവിടെ വന്ന് ദൈവവേല ചെയ്യുവാൻ അവസരം ലഭിക്കുന്നില്ല. കണ്ടോ, കർത്താവിന് വേണ്ടി ശക്തമായി നിന്ന അനവധി ദൈവദാസന്മാർ ജയിലിൽ കഷ്ടമനുഭവിച്ച് അനേകർക്ക് നമ്മുടെ രാജ്യത്ത് വന്ന് സുവിശേഷം അറിയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവർ മറ്റ് രാജ്യങ്ങൾക്കകത്ത് ജയിലിൽ കിടന്നുകൊണ്ട് വളരെ ആത്മഭാരത്തോടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവേ, ഇന്ന് ഈ ആത്മഭാരം നിങ്ങൾക്കുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ഈ ആത്മഭാരം നമ്മുടെ സഭയ്ക്കുണ്ടോ? നമ്മുടെ സഭ എന്താണ് ഇന്ന് കാണിക്കുന്നത്? സഭയ്ക്കകത്ത് എന്താണ് നടക്കുന്നത്? ജാതീയ ഗോപുരങ്ങൾ സഭയ്ക്കകത്ത് എഴുതിയിട്ടില്ലേ? അധികാരങ്ങൾ പെരുകിയില്ലേ? രാഷ്ട്രീയ സഭയ്ക്കകത്ത് കടന്നുകൂടിയില്ലേ? ദിവ്യാഗ്രഹം സഭയ്ക്കകത്ത് വന്നില്ലേ? ഇന്ന് സഭയ്ക്കകത്ത് ആരാളുള്ളത്? കൊള്ള പലിശ വാങ്ങുന്നവർ, കള്ള പ്രവചനം നടത്തുന്നവർ, കള്ള സൂതുകൾ പറയുന്നവർ, ഇല്ലാത്ത വെളിപ്പാടുണ്ടാക്കി പറയുന്നവർ. ഹല്ലേലൂയ, സ്തോത്രം. പണത്തിന്റെ ആർത്തി സഭയ്ക്കകത്ത് പെരുകി. അവിഹിത ജീവിതങ്ങൾ, അവിഹിത ബന്ധങ്ങൾ സഭയ്ക്കകത്ത് പെരുകി. തലമുറകൾ നശിച്ചു. ഹല്ലേലൂയ. മാതാപിതാക്കളെ അനുസരിക്കുക, ജാതികളോട് ഇറങ്ങി ഓടുന്ന അനുഭവം. തലമുറകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാത്ത നിന്റെ സഭ ഹല്ലേലൂയ തകർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് ഭാരമില്ല ദൈവസഭയ്ക്ക്. യിരെമ്യാ പ്രവാചകൻ കണ്ടിട്ട് നിലവിളിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ വായിച്ചത് പറഞ്ഞത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഉമ്പുരാട്ട് ഈ വാവ് പറഞ്ഞ ഹല്ലേലൂയ സ്തോത്രം എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ റുമേനിയൻ ജയിലിൽ കിടക്കുമ്പോൾ എന്റെ അടുത്ത സെല്ലിൽ കിടന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. ആ യുവാവ് വളരെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആത്മഭാരമുണ്ടായിരുന്നു. അദ്ദേഹം എന്നെപ്പോലെ യേശുവിനെ കണ്ടുമുട്ടിയതുകൊണ്ട്, യേശുവിനെ സ്നേഹം അറിഞ്ഞത് കൊണ്ട് ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചത്. അദ്ദേഹം ജയിലിടക്കപ്പെട്ടു. ജയിലിലെ കഠിനമായ പീഡ ഉപദ്രവ മുഖാന്തരം അദ്ദേഹം ജയിലിൽ വെച്ച് തന്നെ മരിച്ചു. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ പോയി സംസാരിക്കണം, ഇന്ത്യയോട് ഈ കാര്യം പറയണം. അങ്ങനെ റിച്ചാർഡ് ഉമ്പുരാട് ഈ സുവിശേഷം അറിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കടമയാണ് ഏറ്റെടുത്തുകൊണ്ട്
അദ്ദേഹം നമ്മുടെ രാജ്യത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ. നമ്മുടെ ദേശത്ത് നമ്മുടെ രാജ്യത്തുള്ളവർ സ്വാഭാവികമായി നല്ല ഭക്തിയുള്ളവരാണ്. നമ്മുടെ ഇന്ത്യയിലെ ജനത്തെ കണ്ടാൽ വളരെ ഭക്തിയാണ്. ഹല്ലേലൂയ. ഭക്തിയുടെ വേഷം തണിഞ്ഞ് ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞ് ആമെ രാവിലെ വൈകിട്ടും ഒക്കെ ആമൻ പള്ളികളിൽ പോവുകയും ഉപസാരിക്കുകയും കുർബാന കൈക്കൊള്ളുകയും ചെയ്യുന്നവർ, അതുപോലെ സഭയിൽ പോയി ആരാധന കൂടുകയും ഒക്കെ ചെയ്യുന്നവർ ഭക്തിയുടെ വേഷമുണ്ട്. പക്ഷെ ആത്മാവിന്റെ ശുശ്രൂഷയിൽ ആത്മാവിന്റെ കാഴ്ചപ്പാടില്ല. അതാണ് ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞ് ഭക്തിയുടെ വേഷം കെട്ടി നടക്കുന്ന കോമാളികളായിരിക്കുന്ന ജനം ഭാരതത്തിൽ പെരുകി. ഭക്തിയില്ല, ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിതം കള്ളുഷാപ്പുകളും ബാറുകളുമാണ്. അവർ വീട് മദ്യഷാപ്പായി മാറി, തലമുറകൾ ലഹരിക്ക് അടിമപ്പെട്ടു മാറി. അതെ, ആമീൻ. ഭക്തിയുടെ വേഷങ്ങൾ അണിഞ്ഞതുകൊണ്ട് കാര്യമില്ല സഹോദര. ആമീൻ. ആത്മാവിന്റെ ഭാരമാണ് നിനക്ക് ആവശ്യം. നിന്റെ സഭയ്ക്കകത്ത് ആത്മഭാരമുണ്ടോ? ഹല്ലേലൂയ. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമുണ്ടോ? ഹല്ലേലൂയ. യേശു പറഞ്ഞു, ആമീൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധി എത്തുകയില്ലെന്നുള്ള ജീവന്റെ സുവിശേഷം ഈ ഇരുണ്ട് കിടക്കുന്ന ജനത്തോട്, ഇരുൾ കിടക്കുന്ന ജനത്തോട് പറഞ്ഞ് അവനെ ജീവന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന് വെളിപ്പെടുത്താൻ നിനക്ക് കഴിയുന്നുണ്ടോ ശ്രോതാവി? എന്റെ സഭയ്ക്കകത്ത് അങ്ങനെ ശുശ്രൂഷയുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ സഭയിൽ ഇത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യെരൂശലേമിന്റെ നാശം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണ്. സോദോം ഒരു ദിവസം കൊണ്ട് നശിച്ചെങ്കിൽ ഹല്ലേലൂയ, യെരൂശലേം എന്ന് പറയുന്നത് പല ദിവസങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ജനത്തെ കണ്ടിട്ട് അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു. ഹല്ലേലൂയ. വീഥികൾ അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല. അവരുടെ തൊക്കസ്ഥികളോട് പറ്റി ഉണങ്ങിയ മരം പോലെ ആയിത്തീർന്നിരിക്കുന്നു. നിന്റെ അടുത്ത ഭവനത്തിലേക്ക് നോക്ക് കേട്ടോ. ചുറ്റുമുള്ള ഭവനത്തിലേക്ക് നോക്ക്, അടുത്ത ഗ്രാമങ്ങളിലേക്ക് നോക്ക്, നീ താമസിച്ച സംസ്ഥാനത്തിന്റെ ജില്ലകൾ പരിശോധിച്ച് നോക്ക്. ജനമെല്ലാം ഇതേപോലെയാ. ഹല്ലേലൂയ. യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾ മായയായതിൽ ജനം ആശ്രയം വെച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. അതിന്റെ നടുവിൽ യിരെമ്യാവിനെ പോലെ നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. യിരെമ്യാവിനെ പോലെ ആത്മഭാരത്തോടെ നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി പോവാൻ. സഭയ്ക്കകത്തെ രാഷ്ട്രീയം എടുത്ത് പുറത്തു കളയണം. സഭയ്ക്കകത്തെ ദിവ്യാഗ്രഹം എടുത്ത് പുറത്തു കളയണം. സഭയ്ക്കകത്തെ അല്ലെങ്കിൽ സ്വയം ബ്രോക്കർ പണിയെടുത്ത് പുറത്തു കളയണം. സഭയ്ക്കകത്തെ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും എടുത്ത് പുറത്തു കളയണം. സഭയ്ക്കകത്ത് ജാതി വ്യവസ്ഥ പാടില്ല, സവർണ്ണനോ അവർണ്ണനോ പാടില്ല. ജാതിയുടെ പേര് പറഞ്ഞ് സഭയ്ക്കകത്ത് ആരും ഒറ്റപ്പെടുത്തരുത്. നിന്റെ സഭയ്ക്കകത്ത് ആത്മഭാരമാണ് വേണ്ടത്. എൻ്റെ നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെക്കുറിച്ച് നിനക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയാണ് യിരെമ്യാ പ്രവാചകന്റെ ശുശ്രൂഷ. നീ വായിച്ച് ശുശ്രൂഷിക്കുമ്പോൾ യിരെമ്യാവിനെ പോലെ ആത്മഭാരം നിന്റെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് അപ്പോസ്തലന്മാർക്ക് വിരിച്ചു വെച്ചിരിക്കുന്നവർ 12 സീറ്റ് വിട്ട് 12 പേരെ അപ്പടെ ഇപ്പടെ ഇരുത്തി ദൈവദാസന്മാർ അവരുടെ കടിഞ്ഞാണിനകത്തുനിന്ന് ശുശ്രൂഷിക്കണ ഈ കാലഘട്ടത്തിൽ സഭയ്ക്കകത്ത് സഭാവിശ്വാസി പറയുന്ന പോലെ ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. സഭാവിശ്വാസികൾക്ക് പ്രസാദമാകുന്ന ശുശ്രൂഷയെ പറയാൻ പറ്റത്തുള്ളൂ. യഥാർത്ഥ വചനത്തിന്റെ സത്യം പറയാൻ പറ്റത്തില്ല. വിശുദ്ധിയെക്കുറിച്ച് വേർപാടിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. അനുതാപത്തിലേക്ക് ജനത്തെ കൊണ്ടുവരാൻ പറ്റത്തില്ല. മാനസാന്തര ജനത്തെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ സഭയിൽ നിന്ന് സ്ഥലം മാറ്റും. ആത്മഭാരം നഷ്ടപ്പെട്ട വിശ്വാസികൾ പണഭാരത്താൽ പണത്തിന്റെ ഭാരമായി ജനത്തിന് ആത്മഭാരമില്ല, പണഭാരമുണ്ട്, ധനഭാരം. ഹല്ലേലൂയ. സഭ അത്രമാത്രം അതംപതിച്ചിരിക്കുന്നു. നീ മടങ്ങി വരണം. ഹല്ലേലൂയ. നിന്റെ സഭയ്ക്കകത്ത് നോക്ക്. നിന്റെ സഭയ്ക്കകത്തെ ജനം ഹല്ലേലൂയ അവരുടെ മുഖം കരിക്കട്ടെ പോലെ കറുത്തല്ലേ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ സഭയ്ക്കകത്തെ ജനത്തിന്റെ മുഖം ഇങ്ങനെ കരിക്കട്ടെ പോലെ കറുത്തിരിക്കുക. വീഥികളിൽ അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. അവരുടെ തൊക്ക് അസ്ഥിയോട് പറ്റിയിരിക്കുന്നു. അത് ഉണങ്ങിയ മരം പോലെ. സഭയ്ക്കകത്തൊരു വിടുതലില്ല. ഈ 3 ദിവസം 7 ദിവസം 21 ദിവസം 40 ദിവസമൊക്കെ നീ ഉപവാസം രേഖപ്പെടുന്നില്ലേ? സഭയ്ക്കകത്ത് ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്നില്ലേ? നിന്റെ സഭയ്ക്കകത്തെ ജനത്തിന്റെ ആത്മഭാരം നീ മനസ്സിലാക്കിയോ? സഭയ്ക്കകത്ത് രക്ഷയുണ്ടോ? ആരെങ്കിലും രക്ഷിക്കപ്പെട്ടോ? ആരെങ്കിലും സ്നാനപ്പെട്ടോ? അനുതാപത്തിലേക്ക് മടങ്ങി വന്നോ? മദ്യപാനത്തിൽ മോചനം പ്രാപിച്ചോ? വീർപ്പത്തിൽ നിന്ന് മോചനം പ്രാപിച്ചോ? മൊബൈലിലെ ദുരുപയോഗത്തിന് ആരെങ്കിലും വിടുവിക്കപ്പെട്ടോ? ഇന്ന് നിന്റെ സഭ പഴയതുപോലെ തന്നെയല്ലേ? എന്തിനാണ് നീ ഉപവസിച്ചത്? എന്തിനാണ് പ്രാർത്ഥിച്ചത്? ജനത്തെ കാണിക്കാൻ വേണ്ടി എന്റെ സഭ ഇത് നിരന്തരം ചെയ്തു വരുന്ന വർഷങ്ങൾ തോറും ഞങ്ങൾ ചെയ്തു വരുന്നത് ചടങ്ങായിട്ട് മാറിപ്പോയി നിന്റെ സഭയുടെ ശുശ്രൂഷ. ഹല്ലേലൂയ. എല്ലാവരെയും കുറ്റം ചാർത്തും.
കുറ്റം ചാർത്ത് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് 20 മിനിറ്റ് ദൈവവചനം ശുശ്രൂഷിക്കാൻ തന്നാൽ ആ ശുശ്രൂഷ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തീരാതെ ആരുടെയെങ്കിലും തലയ്ക്കിട്ടോ പെടലിക്കിട്ടോ പൊട്ടിയടിച്ച് അവനെ തറ പറ്റിക്കുന്നതല്ലേ നിന്റെ ശുശ്രൂഷ അല്ലേ? നീ മടങ്ങി വന്ന ആത്മഭാരം വേണം. സഭയ്ക്കകത്ത് അവൾ അഴിഞ്ഞാട്ടം മാറണം. സഭയ്ക്കകത്ത് വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. സഭയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. ഉപദേശം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് സഭയ്ക്കകത്ത് വിശുദ്ധിയില്ല, ഉപദേശവും വചനവുമില്ല, ഉപദേശമില്ല. അതുകൊണ്ട് അവരുടെ മുഖം അല്ലെങ്കിൽ കരിക്കട്ടെ പോൽ കറുത്തിരിക്കുക. അല്ലേറിയ ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ ഒന്നിച്ച് ജനം പോകുമ്പോൾ എങ്ങനെ അവരുടെ മുഖം കരിക്കട്ടെ പോലെ കറുത്തിരിക്കുകയാണ്. അല്ലേറിയ ഉപദേശം നഷ്ടപ്പെട്ടു പോയി, വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് പൗലോസ് 2 കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നത്, നിങ്ങളുടെ ജഡത്തിലെ ആത്മാവിലെ സകല കൺവെർഷനും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കണമെന്ന്. അപ്പൊ നിന്റെ ജഡത്തിലെന്നുണ്ട് ജഡത്തിലാത്മാവ് കൺവെർഷനുണ്ട്, പാപത്തിന്റെ കറകളുണ്ട്, പാപത്തിന്റെ ചിന്തയുണ്ട്, പാപത്തിന്റെ ആസക്തി നിന്റെ ജീവിതത്തിലുണ്ട്. അവയെ നീക്കിക്കളഞ്ഞ് ദൈവത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവ് നിനക്ക് തന്ന ശുശ്രൂഷകൾ നീ ചെയ്യണം. ഒരു ഉണർവ് അല്ലേറിയ പഴയകാല പഴയകാല ഭക്തന്മാർക്ക് സഭയെക്കുറിച്ച് ആത്മഭാരമുണ്ടായിരുന്നതുപോലെ, പൗലോസിനെ പോലെയുള്ളവർക്ക് സഭയെക്കുറിച്ച് ആത്മഭാരമുണ്ടായതുപോലെ നിനക്ക് ആത്മഭാരമുണ്ടാകണം. അല്ലേറിയ അപ്പൊ ഇവിടെ അല്ലെ ഞാൻ വീണ്ടും പറഞ്ഞു വരട്ടെ. അല്ലേലൂയ. ഇന്നും നമ്മുടെ ദേശത്തിലുള്ളവർ സ്വാഭാവികമായി ആരെ ആരാധിക്കണമെന്നറിയാതെ വലയുക. ഇന്നും 143 കോടിയിലധികം ജനം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അല്ലേലൂയ. എണ്ണത്തിൽപ്പെടാത്തവർ വേറെ. ഇന്നും ആരെ ആരാധിക്കണമെന്നറിയാൻ കഴിയാതെ ഇന്നും പലരും ഇരുട്ടിൽ തപ്പി നടക്കുന്നത് പോലെ നടക്കുകയാണ്. അല്ലേലൂയ. നമ്മുടെ ദൈവത്തെ അന്വേഷിച്ച് നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയണം. ദൈവത്തെ കണ്ടുമുട്ടാൻ വേണ്ടി, ദൈവത്തിന് നന്മകൾ പ്രാപിക്കാൻ വേണ്ടി പലരും ഉലകം ചുറ്റി നടക്കുന്ന പുണ്യ നദികളിൽ കുളിച്ച് മുങ്ങുന്നു. അല്ലെങ്കിൽ തീർത്ഥാടനങ്ങൾ നടത്തുന്ന, മലകൾ കയറിയിറക്കുന്ന, നോമ്പുകളും വ്രതങ്ങളും ഒക്കെ എടുക്കുക. അവരുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി ശരീരത്തെ നോമ്പരപ്പെടുത്തിക്കൊണ്ട് പലരും ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നു. അതിന്റെ നടുവിൽ ദൈവം ഓരോ സഭയ്ക്കും ദൈവത്തിന്റെ ദാസിദാസന്മാരെ ഇടയന്മാരെ ആക്കി വെച്ചും വിശ്വാസികളെ ആക്കി വെച്ചിരിക്കുന്ന എന്തിന്? ജീവനുള്ള ദൈവത്തെക്കുറിച്ച് വിളിച്ചു പറയാൻ. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് വിളിച്ചു പറയാൻ. ആരെ ആരാധിക്കണമെന്ന് ജനത്തിനറിയില്ല. അവിടെയാണ് യേശു ശമരിയാസ്ത്രീയോടുള്ള സംഭാഷണത്തിൽ പറഞ്ഞതുപോലെ ആരെ ആരാധിക്കണം? ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കണമെന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് യേശു അവളോട് പറഞ്ഞത്, സ്ത്രീ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നല്ലല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. സത്യനമസ്കാരി അല്ലെ തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് ശമരിയാസ്ത്രീയോട് യേശു പറയുക. എന്നിട്ട് യേശു പറഞ്ഞതാണ് യോഹന്നാൻ 4-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിന് ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു. അല്ലേറിയ ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് അല്ലേറിയ നമസ്കരിക്കണമെന്ന് അല്ലേറിയ സ്തോത്രം. ആമൻ. യേശു ശമരിയാസ്ത്രീയോട് പറഞ്ഞു. അത് കേട്ട മാത്രയിൽ അവളുടെ അകത്തെ കണ്ണു തുറന്നു. അത് കേട്ടപ്പോൾ അവളുടെ അകം കണ്ണു തുറന്നു. അതുവരെ അവൾക്ക് ആരെ നമസ്കരിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അത് കേട്ടോണ്ട് അവൾ പറയും, സ്ത്രീ, അവനോട് മശിഹ എന്ന് വെച്ച ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അല്ലേലൂയ അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശുവോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞുണ്ടോ. ആ ശമരിക്കാരി സ്ത്രീക്കും അറിയത്തില്ല ആരെ ആരാധിക്കണമെന്നുള്ളത്. അവളുടെ ചോദ്യത്തിന് യേശു പറയുക, അല്ലേലൂയ, അല്ലേ, ആത്മാവും ജീവനുമായിരിക്കും യേശുവിനെ ആരാധിക്കണം. അല്ലേലൂയ. അത് സ്നേഹിത, ഇന്നും അല്ലേലൂയ ആരെ ആരാധിക്കണമെന്നറിയാൻ കഴിയാതെ ലോകത്തിൽ ജനം എന്ത് ചെയ്യുന്നു? പാപത്തിന്റെ വശീകരണത്തിനകത്ത് അകപ്പെട്ടിരിക്കുന്നു. പാപം മനുഷ്യന്റെ ജീവിതത്തിൽ പെരുകി. അല്ലേലൂയ, സ്തോത്രം. അപ്പൊ ശമരിയാസ്ത്രീയുടെ ജീവിതത്തിൽ അന്ന് വരെ ഉണ്ടാകുന്ന ഇരുള് മാറിപ്പോയി. അവളുടെ ജീവിതത്തിന്റെ കൂരിരുൾ അനുഭവങ്ങൾ മാറി. വെളിച്ചമില്ലാതിരുന്ന അവളുടെ ജീവിതത്തിൽ വെളിച്ചം വന്ന് ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിന്റെ വെളിച്ചമുടെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ അവൾ പറഞ്ഞു, നീ മശിഹ, നീ ആ യേശു, നീ ആ രക്ഷകൻ, എന്റെ വീണ്ടെടുപ്പുകാരൻ നീയാ. മുമ്പ് എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 5 ദേവന്മാരെയും സേവിച്ചിരുന്നു. 6ാം ഒരുത്തനെ കൂടെ എന്നെ കെട്ടിയാലും ആ ഒരു എന്റെ ഭർത്താവാകിയിരുന്നു. അങ്ങ് പറഞ്ഞില്ല, അത് ശരിയാണ്. മുമ്പത്തെ അവളുടെ ജീവിതത്തിലേക്ക് അവൾ മടങ്ങിപ്പോയി.
കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയവൾ, ഹല്ലേലൂയ, അവൾ മടങ്ങി വന്ന് പറയുക, നീ തന്നെയാ മശിയ. എനിക്കത് ബോധ്യമേ. ശമരിയാസ്ത്രീയോട് യേശു സംസാരിച്ചതുപോലെ, തന്റെ നാമത്തെ വെളിപ്പെടുത്തി അവൾ മശിയെ കണ്ടെത്തിയതുപോലെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിദാസനെ, ദൈവം നിന്നെ ഭൂമിയിൽ ആക്കിവെച്ചിരിക്കും നീ മശിയെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷ കണ്ടില്ലേ സഭയ്ക്കകത്ത്? ചുമ്മാ ഒന്ന് ഗൾഫ് രാജ്യത്ത് പോയാൽ മതി, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോയാൽ മതി. എന്റെ പൊന്നെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പോയത്, തിന്നത്, കുടിച്ചത്, കിടന്നത് എന്ന് വേണ്ട എല്ലാം കൂടെ വാരി അങ്ങോട്ട് വിളമ്പിയിടും. ഹല്ലേലൂയ. ഈ ചന്തയിലൊക്കെ അല്ലെങ്കിൽ ഈ തക്കാളി ചാക്ക് അമ്മ കുത്തുപൊട്ടിച്ചിടുന്നത് പോലെ അഴുകിയതും പുഴുത്തതും നാറ്റം വെച്ചതും പൊട്ടിയതും ചെനങ്ങിയതും ഒക്കെ കാണും, ദുർഗന്ധം വമിക്കുന്നത് എന്ന് പറഞ്ഞ് പല വിദേശ രാജ്യ ശുശ്രൂഷ ചെയ്ത് വരുന്നവരൊക്കെ ഇതെല്ലാം കൂടെ നമ്മൾ പൊട്ടിച്ചിടും, അല്ലെങ്കിൽ സഭയ്ക്കകത്ത് പൊട്ടിച്ചിടും. നീ തിന്നതും കുടിച്ചതും നീ പോയതും ഒക്കെ എന്താ സഭയ്ക്കകത്ത്? സഭയിലെ ജനം അല്ല, അവരുടെ ജനം എന്താണ്? അവരുടെ മുഖം കരിക്കട്ടേക്കാൾ കറുത്തിരിക്കുക, വീതികൾ അവരെ ആരും അറിയുന്നില്ല. നീ സഭയ്ക്ക് ഉപദേശം കൊടുക്ക. നീ പോയതെന്തെന്ന് കുടിച്ചതിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയോടും മക്കളോടും പറ. സഭയിൽ വിളമ്പരുത് കേട്ടോ. അല്ലേ, ഇന്നത്തെ 90% വിദേശയാത്രയെ ദൈവദാസന്മാരും സുവിശേഷം പറയാൻ സമയമില്ല. തിന്നതും കുടിച്ചതോ പറയുന്നേ, കിടന്നതും. അല്ലേലിയ, നീ മാനസാന്തരം മടങ്ങുക. ദൈവം നിന്റെ വിശുദ്ധ വേദപുസ്തകം, സത്യവേദപുസ്തകം തന്നതിൻ്റെ വീതികളിൽ വിശപ്പ് കൊണ്ട് തകർന്നു കിടക്കുന്ന ജനമുണ്ട്. ദൈവമാരെന്നറിയാത്ത ജനമുണ്ട്. ഇന്നും സുവിശേഷം കേട്ടിട്ടില്ലാത്ത ജനമുണ്ട്. സുവിശേഷം എത്താത്ത സ്ഥലമുണ്ട്. കേരളത്തിലെ 1446 വില്ലേജുകൾക്കകത്ത് ഇന്നും സുവിശേഷം എത്താത്ത വില്ലേജുകളുണ്ട്, പഞ്ചായത്തുകളുണ്ട്. അല്ലേലിയ, അതിനെക്കുറിച്ച് നിനക്ക് ആത്മഭാരമുണ്ടോ? അല്ലേലിയ, നിനക്ക് ഇഷ്ടംപോലെ പണമുണ്ട്, ഇഷ്ടംപോലെ ധനമുണ്ട്, സ്വോത്രകാഴ്ചയുണ്ട്, ദശാംശമുണ്ട്, സഭയിൽ ഇഷ്ടംപോലെ ആളുണ്ട്. അതിന്റെ നടുവിൽ നീ വലിയ വേണമെന്ന് കാട്ടി തീർക്കാതെ, നീ വലിയ പ്രാസംഗികനാണെന്ന് കാണിച്ചു കൊടുക്കാതെ, നീ ദൈവസഭയ്ക്കകത്ത് താഴെ തരുന്ന കേരളത്തിന്റെ 1446 വില്ലേജുകൾക്കകത്ത് 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിപ്പെടാത്തവരും അന്യസംസ്ഥാന തൊഴിലാളികളും പെരുകി, മദ്യവും മയക്കുമരുന്നും ലഹരിയും പെരുകുമ്പോൾ, കൊലപാതകം വരുമ്പോൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ പോലും ഇവിടെ ഏത് ക്രൂരതയും പ്രവർത്തിക്കാൻ അവർക്ക് അല്ല സ്വാതന്ത്ര്യമുള്ളപ്പോൾ അവരെയൊക്കെ വീണ്ടും വളർത്തിയെടുക്കുന്ന ഭരണ സംവിധാനങ്ങൾ, അധികാരങ്ങൾ, നിയമങ്ങൾ എല്ലാം ഇവിടെ പെരുകുമ്പോൾ, എന്നെ കേൾക്കുന്ന സുഹൃത്താവി, നിന്റെ സഭയ്ക്ക് ആത്മഭാരം ഉണ്ടാകട്ടെ. അല്ലേലിയ. യിരെമ്യാ പ്രവാചകനെ പോലെ നമുക്ക് കണ്ണുനീരുടെ കരയുവാൻ കഴിയണം. സഭയ്ക്കകത്ത് വിശ്വാസികൾ കടന്നു വരുമ്പോൾ അവരെ ആത്മഭാരത്തോടെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. അല്ലേലിയ. ഇന്നത്തെ സഭയൊക്കെ ഒരു ചടങ്ങാണ്. ഇന്നത്തെ സഭയൊക്കെ ഒരു ചടങ്ങാണ്. 2:30 3 മണിക്കൂർ അതിന് അല്പം പുറകോട്ട് പോയാൽ ഭൂരിപക്ഷ പാർശ്വ നേരെ കയറ്റുണ്ടെന്ന വിരച്ചുണ്ടെന്ന അസഭ്യം വിളിച്ചു പറയുന്ന ഭക്തിയുടെ വേഷം ധരിച്ച ആട്ടുതൊഴിഞ്ഞ ചെന്നായ്ക്കൾ സഭയ്ക്കകത്ത് പെരുകി. അല്ലേലൂയ. ക്രൈസ്തവ സമൂഹത്തിൽ പെരുകി. അല്ലേലൂയ, അല്ലേലൂയ. എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിലെ ജനങ്ങൾ നോക്കിയാൽ ഭയങ്കര ഭക്തിയുള്ളവരാ. അല്ലേലൂയ. ഭക്തിയുടെ വേഷമണിഞ്ഞ ചെന്നായ്ക്കളെ തോലണിഞ്ഞ ചെന്നായ്ക്കളെ രോഗം അണിഞ്ഞ. അല്ലേലൂയ. ചെന്നായ്ക്കളുടെ സ്വഭാവം പലർക്കും. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രേക്ഷിക്കുന്ന നീ മാനസാന്തരം മടങ്ങുക. സ്തോത്രം. യിരെമ്യാവിനെ പോലെ ആത്മഭാരമുണ്ടാകട്ടെ. യിരെമ്യാ പ്രവാചകൻ എന്താണ് പറഞ്ഞത്? അവരുടെ മുഖം കരിക്കട്ടേക്കാൾ കറുത്തിരിക്കുന്ന, വീതികളിൽ അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല, അവരുടെ തോക്ക് അസ്ഥികളോട് പറ്റി ഉണങ്ങിയ മരം പോലെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ സോദോമിന്റെ നാശം ഒരു ദിവസം കൊണ്ടായിരുന്നെങ്കിൽ യെരുശലേമിന്റെ നാശം പല നാളുകൾക്കൊണ്ടായിരുന്നു. അല്ലേലൂയ. അപ്പോഴവർ പറഞ്ഞു, ഇനി ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, പാടുകൊണ്ടങ്ങ് മരിച്ചാൽ മതിയെന്ന്. അല്ലേലൂയ. ഇന്ന് നിന്റെ സഭയ്ക്കകത്ത് കടന്നു വരുന്ന വ്യക്തി സഭയോഗങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ പോകുന്നുണ്ടോ? അതോ അവരെ അടിച്ച് തകർത്തവരിലെ താഴ്ത്തി കുത്തി അവർക്കെതിരെ ദോഷമായി പ്രസംഗിച്ച് സഭയിൽ ഉന്നതന്മാരെ ഉയർത്തി, പേഴ്സ് വരിപ്പോണവനെ കണ്ട് ഉയർത്തി, വിദേശത്ത് മക്കളോണനെ ഉയർത്തി, സാധുക്കളെ നീ അടിമരോഗം ഏൽപ്പിച്ചു കൊടുക്കുകയാണോ? അങ്ങനെ ഒരുപാട് സഭയുണ്ട്. ഒരുപാട് സഭകളിൽ ഞാൻ കണ്ടിട്ടുകൊണ്ട് പോയിട്ടുണ്ട്. അതെ, ദൈവം നിന്നോട് കണക്ക് ചോദിക്കും കേട്ടോ. അല്ലേലൂയ. കുറ്റവും കുറവും പറയാൻ ദൈവസഭയെ ഉപയോഗിക്കരുത്. സഭായോഗം എന്ന് പറയുന്നത്, സഭയുടെ കൂടിവരവ് എന്ന് പറയുന്നത്, ഉപവാസ പ്രാർത്ഥന, ഭവനത്തിനകത്തെ കൂടിവരവ്, മീറ്റിംഗുകൾ ഏതായിരുന്നാലും വിശുദ്ധന്മാർ കൂടിവരുന്ന സഭയ്ക്കകത്ത് കുറ്റം പറയുവാൻ സമയം ഉപയോഗിക്കരുത്. ദുരാരോപണങ്ങൾ പറയുവാൻ,
ആമീൻ. ഏഷണികൾ പറയുക, നീ സമയത്തെ കൂട്ടായ്മയെ നീ നശിപ്പിക്കരുത്. പ്രൈസറോ ജനം ആമീൻ കണ്ണതിലൂടെ കടന്നുപോവുകയാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം അറിയപ്പെടാത്ത ജീവനെ കൊടുത്തവർക്ക് വേണ്ടി യിരെമ്യാ പ്രവാചകൻ വിലപിച്ചു കരയുക. അനവധി ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ജീവൻ കൊടുത്തവരുണ്ട്. പലരെയും നമ്മൾ അറിയുന്നില്ല. അല്ലെ, അവരുടെ മുഖം കരിക്കട്ടേക്കാൾ കറുത്തിരിക്കുന്നു. നമ്മൾ ജയിലിലൊക്കെ ചെല്ലണം. ഈ സുവിശേഷം വിരോധികൾ മുഖാന്തരം അനവധി ദൈവദാസന്മാരെയൊക്കെ ജയിലിലടച്ചിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ദൈവമക്കളുടെ ദൈവദാസന്മാരുടെയൊക്കെ മുഖം കരിക്കട്ടെ പോൽ കറുത്തിരിക്കുക. അല്ലെങ്കിൽ വീതികൾ അവരെ ആരും കണ്ടിട്ട് അറിയുന്നില്ല. അവിടെ തോക്കത്തിന്റെ അസ്ഥികളോട് ഉണങ്ങി പറ്റി മരം പോലെയായി എന്നാ പറയുന്നത്. അത് ഇന്നും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിത്യതയിൽ വെളിപ്പെടും. അത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിത്യതയിൽ വെളിപ്പെടും. അത് ഇന്ന് കടന്നു പോകുന്ന കഷ്ടങ്ങളുടെ നടുവിൽ ദൈവരാജ്യത്തിന് ഉണർന്നു വേണ്ടി നിൽക്കണം. ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങൾ അക്രമങ്ങൾ കൊണ്ട് പെരുകി അനവധി ദൈവമക്കൾ, അനവധി ക്രൈസ്തവ സഭകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അനവധി ക്രൈസ്തവ കുടുംബങ്ങൾ തകർക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ആമീൻ, യഥാർത്ഥത്തിൽ സത്യത്തിൽ ആത്മാവിലും ആരാധിപ്പാൻ കഴിയാതെ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ ഭയന്നും വിറച്ചു വിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ഭാരതത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. ക്രൈസ്തവ പീഡകൾ വർദ്ധിക്കുന്നു. അതിന്റെ നടുവിൽ നമ്മൾ ആത്മഭാരത്തോടെ ഇന്ത്യയുടെ ഉണർവ് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകരാജ്യങ്ങൾ ഉണർവ് വേണ്ടി പ്രാർത്ഥിക്കണം. 7 ഭൂഖണ്ഡങ്ങളിൽ ശക്തമായി ഉണർവുണ്ടാകട്ടെ. ഹല്ലേലൂയ. അതിന്റെ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഉണർവിന്റെ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അത് കർത്താവ് നമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 120 മേൽ ദൈവത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവരെല്ലാവരും ആത്മാവ് നിറയപ്പെട്ട് അന്യഭാഷയിൽ സംസാരിച്ചു. ആമീൻ. പത്രോസ് ആദ്യമായവർ, ഹല്ലേലൂയ, ആ സഭയുണ്ടായിരുന്നു. പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ എന്ത് ചെയ്തു? 3000 പേർ, ഹല്ലേലൂയ, മനസ്സാന്തരപ്പെട്ട് യെരൂശലേമിലെ ഉത്സവത്തിന് കടന്നു വന്ന്, യെരൂശലേമിലെ പെരുന്നാളിന് കടന്നു വന്ന്, ആടെ വെട്ടി, കോഴിയെ വെട്ടി, കാളയറുത്ത് ആ ഉത്സവം ആചരിക്കുന്ന പള്ളിയിൽ നിന്ന് പത്രോസിന്റെ പ്രസംഗത്തിലൂടെ 3000 പേർ പള്ളി വിട്ട്, പാരമ്പര്യം വിട്ട്, ആചാരങ്ങൾ വിട്ട്, കർമ്മങ്ങൾ വിട്ട്, കാളയെ വിട്ട്, കോഴിയെ വിട്ട്, ആമയരിയൊക്കെ നിർത്തിയിട്ട്, ചോര കൊണ്ടുള്ള കളി നിർത്തിയിട്ട് അവർ മടങ്ങി വന്ന് ആത്മാവിലും സത്യത്തിലും ആത്മാവും ജീവനുമായിരിക്കുന്ന യേശുവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞപ്പോൾ പത്രോസിനോട്, ഞങ്ങൾ രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസിനെ കർത്താവ് യേശു സ്നാനം ഏൽക്കണം. അന്ന് സ്നാനപ്പെട്ട 3000, പിറ്റേ ദിവസം 4000 അങ്ങനെ ദിനംപ്രതി സഭ വർദ്ധിച്ചു കൊണ്ടിരുന്നു. അതെ, ഇന്ന് ശുശ്രൂഷ എവിടെ പോയി? ഇന്ന് ഉണർവ് എവിടെ പോയി? ഇന്ന് പ്രസംഗം എവിടെ പോയി? ആ 1-ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ പത്രോസിന്റെ ആദിമസഭയുടെ വിശുദ്ധി എവിടെ പോയി? അന്നത്തെ ഉപദേശം എവിടെ പോയി? ഇന്ന് നിന്റെ വാക്കുകൾ, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഉപദേശമുണ്ടോ? ശ്രോതാവേ, എന്തുകൊണ്ടാണ് നമ്മൾ കഷ്ടം സഹിക്കുന്നത്? മടങ്ങി വരണം. അതുകൊണ്ട് ഹല്ലേലൂയ, മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെ, ഗൂഢമായതൊന്നും അറിയാതെ ഇരിക്കില്ല. മത്തായി സുവിശേഷം 10:26. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. ഹല്ലേലൂയ. ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷയുടെ കാലങ്ങളിൽ കഷ്ടതയുടെ കടന്നുപോയപ്പോൾ, പ്രതിസന്ധികളുടെ കടന്നുപോയപ്പോൾ പൗലോസ് രേഖപ്പെടുത്തി വെച്ചു. അല്ലെങ്കിൽ 2 കൊരിന്ത്യർ 6:9 വായിച്ച കാണാൻ. അതൊക്കെ ജീവൻ കൊടുത്തവരാ കേട്ടോ. കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ചവരാണ്. കർത്താവിന് വേണ്ടി നിലകൊണ്ടവരാ. നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? ഹല്ലേലൂയ. നിനക്ക് തന്ന സഭയ്ക്കകത്ത് നീ ഒതുങ്ങിക്കൂടി ഇരിക്കുന്നതല്ലാതെ പുറത്ത് ജാതികളുടെ വീട്ടിൽ ജാതികളുടെ അരികിലേക്ക് നീ പോയോ? വീതികളിൽ അല്ലെങ്കിൽ അലഞ്ഞ് കിടക്കുന്ന, വീതികളിൽ തളർന്നു കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോ? അല്ലെങ്കിൽ മുഖം കരിക്കട്ടെ പോലെ കറുത്തിരിക്കുന്ന കഷ്ടതയുടെ നടുവിൽ കടന്നു പോകുന്ന ഭവനങ്ങളിലേക്ക് നീ കടന്നുപോയോ? അവരുടെ തൊക്ക അസ്ഥിയോട് ആമീൻ പറ്റി, ആമീൻ മരം പോലെ ഉണങ്ങിയിരിക്കുന്ന ജീവിതങ്ങൾ നിനക്ക് ചുറ്റുമുണ്ട്. നീ അവരെ കണ്ട സുവിശേഷം പറഞ്ഞോ? അതോ ഇന്ന് നിനക്ക് കിട്ടുന്ന ദശാംശ സ്തോത്ര കാഴ്ചയും ആമീൻ നിനക്ക് കിട്ടുന്ന നന്മയ്ക്ക് മേടിച്ച് നീ നിന്റെ കുടുംബം കഴിയുവാണോ? കണക്ക് പറയേണ്ടി വരും. യേശുവിനോട് കണക്ക് പറയേണ്ടി വരും. ന്യായവിധി ദിവസത്തിൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കത് പ്രാപിക്കാൻ നാം ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 5:10 രേഖപ്പെടുത്തിയിട്ടുണ്ട്. വചനം യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ നാം കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ മടങ്ങി വരികയാണ്. യിരെമ്യാവ് പ്രാർത്ഥിച്ച, യിരെമ്യാവ് പറഞ്ഞ ഫലത്തിലേക്ക് വരികയാണ്. ആമീൻ. വിലാപങ്ങളുടെ പുസ്തകം 4-ാം വാക്യം. അവരുടെ മുഖം കരിക്കട്ടേക്കാൾ കറുത്തിരിക്കുന്നു, വീതികളിൽ അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല. അവരുടെ തൊക്ക് അസ്ഥികളോട് പറ്റി ഉണങ്ങി മരം പോലെയായി തീർന്നിരിക്കുന്നു.
അല്ലേ? യേശുവിന്റെ ജനത്തിന്റെ സ്ഥിതിയാണ്. പ്രവാചകൻ ആത്മാവ് ദർശിച്ച് ഒരു താരതമ്യമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചോ, പ്രവാചകൻ തന്നെ ആത്മഭാരം നമുക്കുണ്ടാകട്ടെ. അത് ഇന്ന് പകൽ ഇന്ന് വിശുദ്ധ കൂട്ടായ്മയുടെ ദിവസമാണ്, വിശുദ്ധ സമാഗമത്തിന്റെ ദിവസമാണ്. ഇന്നത്തെ ശുശ്രൂഷയ്ക്കകത്ത് കടന്നു വരുന്നവർക്ക് എന്ത് കൊടുക്കാം, കടന്നു വരുന്നവർക്ക് എങ്ങനെ പൊട്ടാമെന്നുള്ളതല്ല, കടന്നു വരുന്ന ജനത്തിന് ആത്മാവിന്റെ ഭക്ഷണം കൊടുക്കാൻ നിനക്ക് കഴിയുമോ? ഇന്നലെ രാത്രി നീ മെസ്സേജൊക്കെ തയ്യാറാക്കി, ഇന്ന് രാവിലെ മെസ്സേജ് ആക്കി, അവക്കിട്ടത് കൊടുക്കണം, അവനിട്ടത് കൊടുക്കണം, അമ്മാമയ്ക്കിട്ടത് അപ്പച്ചനിട്ടത് കൊടുക്കണം എന്നല്ല. അവരുടെ ആത്മീയാഹാരം, അവർക്ക് വേണ്ട ആത്മീയ ഭക്ഷണം കൊടുത്തു വിടണം. ആരെയും കുറ്റം വിധിക്കരുത്. നാം നമ്മെ തന്നെ വിധിക്കണം, മറ്റൊരാളെ നാം വിധിക്കരുത്. ആമേ സ്തോത്രം. കണ്ണുനീരിലൂടെ കടന്നു വരുന്നവർക്ക് ആത്മീയഭക്ഷണം വിളമ്പി കൊടുക്കുവാൻ ദൈവസഭ തയ്യാറാകട്ടെ, ക്രൈസ്തവ സമൂഹം തയ്യാറാകട്ടെ. ഹല്ലേലൂയ. കണ്ണുകളടച്ചാട്ട് പ്രതിസന്ധിയുടെ നടയിൽ കിടന്നു പോകുന്ന അറിയിക്കട്ടെ. നമുക്ക് ഒരാത്മഭാനത്തോട് പ്രാർത്ഥിക്കും. റിച്ചാർഡ് ചേരിക്കിടന്ന യുവാവ് പറഞ്ഞു, നീ നാട്ടിലേക്ക് പോകും, ഇന്ത്യയിലേക്ക് പോകും, നീ അവിടെ ചെന്നതിനെ കുറിച്ചും ഞാൻ പറഞ്ഞു എനിക്കുണ്ടായ ഭാരത്തെക്കുറിച്ച് അവരോട് പറയണം. റിച്ചാർഡ് ശുശ്രൂഷയിൽ അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം ശക്തമായി ഇന്ത്യയുടെ ഉറവിടി താനും തന്നോടൊപ്പം ചേരിക്കിടന്ന കർത്താവിന്റെ രക്തസാക്ഷിത്വം വരിച്ച ആ വ്യക്തിയെക്കുറിച്ച് ഇന്ത്യയിൽ സംസാരിക്കും. വലിയ ഉണർവ് കാലഘട്ടത്തിലേക്ക് എന്ന് വന്നു. അതെ, ഈ കാലം വലിയ സഭ വലിയ ഉണർവാകട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിട്ട് കേരളത്തിൽ ലോകരാജ്യം 800 കോടി ജനത്തിന് ഉണർവിനായി, സഭയുടെ ശുദ്ധീകരണത്തിനായി കർത്താവ് കഴിഞ്ഞ കാര്യങ്ങളിൽ കഷ്ടതയുടെ നദികളിലൂടെ കടന്നുപോയി സുവിശേഷം പങ്കുവെച്ച് ജയിലിൽ പീഡനയുടെ വെച്ച് രക്തസാക്ഷിത്വം വരിച്ച് ചവണാൽ ഇറക്കപ്പെട്ട് കർത്താവിന് വേണ്ടി ഇന്ന് അനവധി ഭക്തന്മാരുണ്ട്. എന്നാൽ ഇന്ന് കർത്താവ് സഭയ്ക്കകത്ത് ആത്മഭാരമില്ലാതെ, ആത്മാവിന്റെ ശുശ്രൂഷയില്ലാതെ, വേഷഭൂഷാദികൾ അണിഞ്ഞ് ഭക്തിയുടെ വേഷം ധരിച്ച് ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ കർത്താവിൽ പലരും ദൈവസഭയെ തകർക്കുക. ഉപദേശമില്ല, ശുശ്രൂഷയില്ല, വിശുദ്ധിയില്ല. കർത്താവിന്റെ സഭ മടങ്ങി വരട്ടെ. ക്രൈസ്തവ സമൂഹം ലോകവും ഉയർക്കുന്ന പീഡനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും പ്രാർത്ഥന ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് ജനത്തെ ഒരുക്കണമേ. കർത്താവ് ഞങ്ങളുടെ സഭയ്ക്കകത്ത് ശുദ്ധീകരണം നടക്കട്ടെ, ദൈവത്തെ ശുദ്ധീകരണം നടക്കട്ടെ. ആത്മാവിന്റെ കർത്താവ് രക്ഷ എന്താണ്, ആത്മാവിന്റെ വില എന്താണെന്ന് ജനത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ, മരണത്തിനപ്പോഴൊരു ജീവിതം കൊണ്ടെന്ന് ലോകത്തിന് മുമ്പ് വെളിപ്പെടുത്തുവാൻ, പ്രസംഗിക്കുവാൻ ദൈവത്തിന്റെ ദാസന്മാരെ ശക്തരാക്കി മാറും. പണലാഭം, ദിവ്യാഗ്രഹമൊക്കെ മാറി, ജഡത്തിന്റെ ഇഷ്ടങ്ങൾ, ജഡത്തിന്റെ പ്രവൃത്തിയൊക്കെ മാറി, ആത്മാവിന്റെ ഫലമുള്ള ശക്തരായിരിക്കുന്ന ദൈവദാസന്മാരെ എഴുതിപ്പിക്കണമേ. തലമുറകൾ നഷ്ടപ്പെടുന്നു, വിശ്വാസികൾ നഷ്ടപ്പെടുന്നു, ജീവിത വിശുദ്ധി നഷ്ടപ്പെടുന്നു, ഉപദേശം നഷ്ടപ്പെടുന്നു, ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് കടന്നുകൂടുന്നു. ഹല്ലേലൂയ. ദിവ്യാഗ്രഹം വർദ്ധിക്കുമ്പോൾ നടുവിൽ കർത്താവ് ഒരു വലിയ കൂട്ടം ജനത്തെ സുവിശേഷമായ ആത്മഭാരമുള്ളവരായി ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽപ്പിക്കുവാൻ, പ്രാർത്ഥനയ്ക്ക് കടത്തി കർത്താൻ കൂട്ടമ്മെ മടക്കി വരുത്തുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേരളത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ, ഭാരതത്തിനായി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിൽ കർത്താവ് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ അതിന്റെ നടുവിൽ കർത്താവ് ജനത്തെ സൂക്ഷിക്കണമേ. ഭാരതം യേശുവിനെ അറിയട്ടെ, കേരളം യേശുവിനെ അറിയട്ടെ, ലോക രാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾ യേശുവിനെ അറിയട്ടെ. സകല ജനത്തിൻ രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ, ഏകസത്യ ദൈവം, ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവം യേശുക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവ് ഈ ജനത്തിന്റെ ഹൃദയങ്ങൾ ഉണ്ടാകുവാൻ, ഇവരുടെ ആത്മദൃഷ്ടി പ്രകാശിക്കുവാൻ ഞങ്ങൾ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലമകത്തോടുത്ത യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.